10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഈ മദ്യ കച്ചവട ഫീൽഡിൽ മാറുകയുണ്ടായി. അന്ന് ഞങ്ങൾ ഗ്രാനായ കത്തോലിക്ക പശ്ചാത്തലമായിരുന്നുവെങ്കിലും 2 വയസ്സുള്ള കുട്ടി, അതിന് ബ്ലഡ് ക്യാൻസറായിരുന്നു. അപ്പോഴാണ് മുരിക്കൂർ പോട്ട ആശ്രമത്തിൽ പോയി ഇതിൻ്റെ ഈ കുഞ്ഞിൻ്റെ അസുഖം മാറണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോയി ഒരാഴ്ച ധ്യാനിച്ചു. മദ്യ കച്ചവടം ബ്രാൻഡികളയിലോട്ട് മാറി, പ്രൊമോഷനായിട്ട് ചാരായം അങ്ങനെ ഉണ്ടാക്കുകയും അങ്ങനെ കുടിക്കുക. ആര് വന്നാലും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട് ആ രീതിയിലുള്ള. ലൈഫ് ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നു MC ജോൺ ഫ്രം വെച്ചൂർ. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. താങ്കളുടെ ബാല്യകാലം മുതൽ തന്നെ മദ്യപാനത്തിൽ അടിമയായി ജീവിക്കേണ്ടി വന്നു. മാത്രമല്ല ഒരു മദ്യ ഷാപ്പിൻ്റെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യാനിട്ടിടയായി. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ നിന്ന് താങ്കൾ എങ്ങനെയാണ് ക്രിസ്തുവിനെ അറിയുവാനിടയായി തീർന്നത്? എന്തായിരുന്നു ആ പശ്ചാത്തലം? നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ കുടുംബ പശ്ചാത്തലം, അതായത് നമ്മുടെ പിതാവ്, നമ്മുടെ എല്ലാവരും സഹോദരങ്ങൾ ഉൾപ്പെടെ എല്ലാവരും മദ്യപാനികളായിരുന്നു പാരമ്പര്യമായിട്ട് തന്നെ. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ അതിൽ രുചിച്ച് നോക്കി ആ രീതിയിൽ ഇതിൻ്റെ അടിമ ആയി തീരുവാനിടയുണ്ടായി. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേനും നേരെ ഈ മദ്യ കച്ചവട ആ ഫീൽഡിൽ മാറുകയുണ്ടായി. അങ്ങനെ ഏറിയ വർഷങ്ങൾ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് മദ്യപിക്കുക, അടിയും ബഹളവും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണല്ലോ. അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സമാധാനമില്ല വീട്ടിൽ. വിവാഹം കഴിച്ചിട്ട് പിന്നെ സമാധാനമില്ല. എപ്പോഴും ഇതിനാണല്ലോ മദ്യത്തിൽ അടിമകളായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ നാളുകളായി. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സമാധാനമില്ല. എൻ്റെ ഭാര്യ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് ഞങ്ങൾ ഗ്രാനായ കത്തോലിക്ക പശ്ചാത്തലമായിരുന്നുവെങ്കിലും എൻ്റെ മദ്യപാനം മാറണം, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണം, ആ വിഷയത്തിൽ മൗനമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ എനിക്ക് ആദ്യത്തെ ഒരു കുട്ടി ആണ് 1991 മരണപ്പെട്ടു. 2 വയസ്സായപ്പോഴത്തേനും. 2 വയസ്സുള്ള കുട്ടി, അതിന് ബ്ലഡ് ക്യാൻസറായിരുന്നു. അപ്പോൾ അതിൻ്റെ പൈസ ഇല്ല, വളരെ മദ്യപിച്ച് തീർക്കുമായിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരുപാട് പൈസയായി. അപ്പോഴാണ് മുരിക്കൂർ പോട്ട ആശ്രമത്തിൽ പോയി ഇതിൻ്റെ ഈ കുഞ്ഞിൻ്റെ അസുഖം മാറണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പോയി ഒരാഴ്ച ധ്യാനിച്ചു പോന്നു. വീണ്ടും മദ്യഷാപ്പിലേക്ക് കടന്നു വരാനുണ്ടായി. 1 മാസം കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചുപോയി. അപ്പോൾ അതൊരു മുഖാന്തരമായിരുന്നു. അന്ന് മുതൽ പിന്നെ ബൈബിൾ വായിക്കുമായിരുന്നു. കുറേ കാര്യങ്ങളിൽ നമ്മുടെ തലയിലുണ്ടായിരുന്നല്ല, അത് ഫോളോ അപ്പ് ചെയ്യുന്നില്ലായിരുന്നു. പള്ളിയിൽ പോകുമായിരുന്നു, ഭക്തി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1996 ഒരു 2 മാസ്റ്റർമാർ വീട്ടിൽ, അന്ന് മദ്യ കച്ചവടം ബ്രാൻഡികളയിലോട്ട് മാറി, പ്രൊമോഷനായിട്ട്. ഒരു ദിവസം എനിക്ക് ഓഫറുള്ള ദിവസം അന്ന് 2 മാസ്റ്റർമാർ വീട്ടിൽ വന്നു സംസാരിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഈ ഇഷ്ടമില്ലാത്ത കൂട്ടരായിരുന്നു, ബെന്തിക്കോസ് എന്നുള്ളതായിരുന്നു പഠിച്ചിരുന്നത്. ഒരു ഇഷ്ടമില്ലാത്തൊരു വിഭാഗമായിരുന്നു. എങ്കിലും അവർ വന്നവരെ കയറി ഇരിക്കാൻ പറഞ്ഞിരുന്ന വിശാലങ്ങൾ തിരക്കിയിട്ട് ചോദിച്ച് എല്ലാവരും ജോഡ് പാവിയാണെന്ന് പറഞ്ഞു. സന്തോഷത്തോടെ എനിക്കറിയാവുന്നൊരു മാസ്റ്ററാണ്. ഞാനും പാവുകയും, ഞാൻ പാവം ചെയ്യുന്നില്ല. കള്ള് അല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കുന്നുണ്ട്, അത് കൊടുക്കുന്നു, കുടിക്കുന്നു എന്നല്ലാതെ പിന്നെ ചെറിയ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകുന്നില്ല എൻ്റെ ഇടയ്ക്ക്. അതല്ലാതെ കൊണ്ട് വലിയ അറിയപ്പെടുന്ന വലിയ പാവം ചെയ്യുന്നില്ല. അവരിതിനെയും പറയുക എല്ലാവരും പാവുക. ജോടുമ്പോഴാണ് ഞാൻ അതിൻ്റെ വാക്യമുണ്ടോ, അതിന് ബൈബിളിലുണ്ടോ, നിങ്ങൾ ബൈബിളിലുണ്ടോ? ബൈബിളിലുണ്ട്. അവരവരുടെ ബൈബിൾ എടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ഇവർ നമ്മളെ പഠിപ്പിക്കാനായിട്ടാണ് അവരുടെ ബൈബിൾ. ഞാൻ എൻ്റെ ബൈബിളിലുണ്ടെന്ന് ചോദിച്ചു. എൻ്റെ ഈ ഓശന്ന ബൈബിളാണ്. അതെടുത്ത് എന്നെ കൊണ്ട് വായിപ്പിച്ചു. റോമർ 3:10 വായിക്കാൻ പറഞ്ഞു. എന്നെ കൊണ്ട് വായിപ്പിച്ചു. അപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. ഞാനത് വായിച്ചപ്പോൾ അത് എഴുതിക്കുന്ന നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ദൈവത്തെ അറിയുന്നവനില്ല, ഗ്രഹിക്കുന്നില്ല, എല്ലാവരും വഴിതെറ്റി പാപം ചെയ്തൊരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് അവർ എന്നെക്കൊണ്ട് വായിപ്പിച്ചു. ആ എല്ലാവരും എന്നുള്ള വാക്യത്തിൽ ജോണും വരുമെന്ന് ആത്മാഴം എനിക്കത് ക്ലിക്ക് ചെയ്തു. അതാണ് ആ വാക്യമാണ് എന്നെ ഈ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചത്. എല്ലാവരും പാപിയാണ്, പാപത്തിൻ്റെ ശമ്പളം പിന്നെ മരണമാണ്, നരകമാണ്. അപ്പോൾ അത് ജോണിന് ബാധകമാണ്. അതുകൊണ്ട് പാപത്തിന് മോചനം ഉണ്ടാകണം എന്നൊക്കെ പറയും. ഇപ്പം ഞാൻ കുറേ സംശയങ്ങൾ എനിക്കുണ്ട്, അത് ചോദിച്ചാൽ എനിക്ക് മറുപടി തരാമെന്ന് ചോദിച്ചു. ഉടനെ ഞാൻ ചോദിച്ച എല്ലാ മറുപടികളും എൻ്റെ പുസ്തകത്തിൽ എന്നെക്കൊണ്ട് തന്നെ വായിപ്പിച്ചു. എനിക്കത് നിർബന്ധമാണ്.
അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർ കുറേ പഠിച്ചിട്ട് നമ്മളെ തെറ്റിക്കുമെന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. പള്ളിയിലൊക്കെ ഒന്ന് വിളിച്ച് പറയുമായിരുന്നു പെന്തക്കോസ്തുകാർ വീട്ടിൽ കയറരുതെന്നൊക്കെ പറയണം. ആ രീതിയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മറുപടി എൻ്റെ പുസ്തകം എന്നെക്കൊണ്ട് തന്നെ വായിപ്പിച്ചപ്പോൾ എനിക്ക് സന്തോഷമായി. അന്ന് ഞാൻ അല്പസമയം കഴിഞ്ഞ് വീണ്ടും മദ്യപിക്കാനൊക്കെ പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞ് തീർക്കാൻ പറഞ്ഞു അവരെ ആ രീതിയിൽ നിർബന്ധിച്ച്. പക്ഷേ ഇത് എന്നെ ബാധിക്കുമെന്നല്ലോ എന്നുള്ള, കാരണം അതിനകത്ത് എൻ്റെ വായുവിൽ നിന്ന് ഞാൻ തന്നെ വായിപ്പിച്ചതുപോലെ എല്ലാവരും പാപം ചെയ്ത് വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവൻ, അവൻ ജോണം കൊള്ളരുതാത്തവനാണ് എന്നുള്ള അത് സമർത്ഥിച്ച വാക്യത്തിലൂടെ പല വാക്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എനിക്ക് ശരി സന്തോഷം തോന്നി. പല വാക്യം സംശയങ്ങൾ ചോദിച്ചപ്പോഴൊക്കെ മറുപടി തന്നപ്പോഴത്തേനും ഏകദേശം 2-2.5 മണിക്കൂർ നേരം അവരിരുന്ന് സംസാരിച്ചു. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി തന്നു. അങ്ങനെ ഇതിനകത്ത് സത്യമുണ്ടല്ലോ എന്നൊരു ബോധ്യം എനിക്ക് വന്നു. പിറ്റേ ആഴ്ചയും വീണ്ടും 1 മണി വരെ ഇരുന്നു. എനിക്ക് ആഴ്ച തോറും ഓഫുണ്ട് വ്യാഴാഴ്ച. അപ്പോൾ വീണ്ടും കാണാം, ബൈബിൾ വായിക്കണം, സംശയമൊന്നുണ്ടെന്ന് കുറിച്ച് വെക്കണം, നമ്മൾ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞു. ആ രീതിയിൽ അപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി. വീണ്ടും പിറ്റേ ആഴ്ച വന്ന് കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. എൻ്റെ പുസ്തകം അവരുടെ പുസ്തകം ഞാൻ എടുപ്പിച്ചില്ല. അതിൽ മറുപടി തന്ന് എനിക്ക് വളരെ സന്തോഷമായത്. വൈഫ് ഞങ്ങൾ രണ്ടും ഒരുപോലെയാണ് വചനങ്ങൾ. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം ബോധ്യം വന്ന് ഞാൻ പാവിയാണ്, പാവത്തിന് ശമ്പളം മരണമാണ്, നരകമാണ്, നിത്യമായ ശിക്ഷാവിധിയാണ്. എന്നാൽ എന്നെയും സ്നേഹിച്ചുകൊണ്ടാണ് ദൈവപുത്രൻ ലോകത്തിലേക്ക് വന്ന് എൻ്റെ ഈ പാവത്തിൻ്റെ പരിഹാരത്തിന് ക്രൂശിൽ ശപിക്കോട്ട് മരണം അനുഭവിച്ചു. ഇതൊക്കെയും ഈ 3 ആഴ്ചത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ എനിക്ക് ബോധ്യമായപ്പോഴത്തേനും എനിക്ക് വളരെ ഇൻട്രസ്റ്റഡായി. ഈ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ, ഞാനും എൻ്റെ വൈഫും അങ്ങനെ കർത്താവിനെ സ്വീകരിച്ചു. പിന്നെ അവരുടെ ബാപ്റ്റിസ്റ്റ് ചർച്ചിലായിരുന്നു ഞങ്ങളുടെ പാസ്റ്റർമാരാണ്. ചർച്ചിൽ കൂട്ടായ്മയിൽ പോയി. അപ്പോൾ അത് വളരെ സന്തോഷമായി തോന്നി. ആ അനുഭവം കൂടെ പറയാം. കാരണം അവർ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം അവിടെ ഇവിടെ ഓരോ സഹോദരന്മാരെ സ്തോത്രം ചെയ്യുന്നു, കർത്തൃവേഷം കൊടുക്കുന്നു, വചനം ശുശ്രൂഷിക്കുന്നു, എല്ലാം വളരെ ക്രമീകൃതമായിട്ട്. വാസ്തവത്തിൽ ഇവിടെയാണ് ദൈവം എന്നുള്ള ബോധ്യത്തോടു കൂടി. പിന്നെ പള്ളിയിൽ പോയിട്ടില്ല. പിന്നെ ആ കൂട്ടായ്മയിൽ പോയി കർത്താവിൻ്റെ കൽപ്പന പ്രമാണിച്ച് സ്നാനപ്പെട്ടു. 96-ലായിരുന്നു, സെപ്റ്റംബർ 1-ാം തീയതി സ്നാനപ്പെട്ടു. ഓഗസ്റ്റ് 8-ാം തീയതി രക്ഷിക്കപ്പെട്ടു. പിന്നെ 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ പഠിച്ച് സ്നാനപ്പെടണം. പിന്നെ ഒട്ടും താമസിച്ചില്ല. സഭയെ സാക്ഷ്യത്തിന് പറ്റിയ ഞായറാഴ്ച ആ രീതിയിൽ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ അന്ന് മുതൽ ജീവിക്കുകയാണ്. വീണ്ടും മദ്യഷാപ്പിൽ അന്ന് ജോലിയുണ്ട്, ബ്രാൻഡിങ് ലിക്കോഷ്. അതാണ് പിന്നെ ഒരു ബൈബിൾ വായിച്ചപ്പോഴത്തേനാണ് മദ്യപാനി ദൈവരാജ അവകാശം എന്ന് പറയും. ഈ സഭയിൽ പോയി സ്നാനപ്പെട്ടതിന് ശേഷവും മദ്യഷാപ്പിൽ ജോലിയുണ്ട്. ആ ജോലിയുണ്ട്. അപ്പം ഞാൻ അതുവരെ നല്ലപോലെ മദ്യപിക്കുമായിരുന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെ പോയില്ല. കാരണം പിന്നെ ഒരു ദൈവഭയം ഉണ്ടായി, ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചു, ദൈവവചനം ഇടപെട്ടു. അന്നേരമാണ് ഈ കൊരിന്ത്യർ ലേഖനത്തിൽ മദ്യപാനി ദൈവരാജാവകാശമാക്കിയത്. പിന്നെ അവിടെ പോയി ജോലി രാജിവെച്ച് അവർ വഴക്ക് പറഞ്ഞു, പിടിയല്ല. ഇപ്പോൾ ഒത്തിരി കുടുംബജീവിതം നടക്കണ്ടേ, ഈ ജോലി രാജിവെച്ചാണ്ട് പോയാലേ. അതുകൊണ്ട് ഞാൻ കുടിക്കുന്നില്ല, നിങ്ങൾ കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വേണ്ടാദിനത്തിൽ പോകുന്നില്ല എന്ന് ഞാൻ വേണ്ടത് മറ്റുള്ളവരോ ചെയ്തേ. പിന്നെ ദൈവം നടത്തി അത്ഭുതകരമായിട്ട് അങ്ങനെ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. അതാണ് തുടക്കം. വളരെ അതിശയകരമായ ഒരു ജീവിത രൂപാന്തരത്തിൻ്റെ കഥയാണ് താങ്കളുടേത്. ഒരു വ്യക്തി അത്രയും നാളും പരിശീലിച്ച് അതിൻ്റെ അടിമത്തത്തിൽ പോയിക്കൊണ്ടിരുന്ന ഈ മദ്യപാനത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞ ഉടനെ അത് വേണ്ടെന്ന് വെക്കാനുള്ള ഒരു രൂപാന്തരം അല്ലേ, ആ ഒരു സമൂല പരിവർത്തനം സംഭവിക്കുകയാണ്. അതായത് എൻ്റെ അറിവ് പോലും ഒരു 10-25 വർഷത്തോളം ഞാനിങ്ങനെ തികച്ച നല്ല മദ്യപാനിയായിരുന്നു. മദ്യം ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ വീട്ടിൽ എപ്പോഴും മദ്യമുണ്ട്. ഈ ചാരായം അങ്ങനെ ഉണ്ടാക്കുകയും അങ്ങനെ കുടിക്കുക ആര് വന്നാലും എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ട്. ആ രീതിയിലുള്ള അപ്പം 40 വർഷക്കാലം എൻ്റെ ജീവിതം അങ്ങനെ ഇങ്ങോട്ട് പോയി. ഇപ്പം 70 വയസ്സായി. 30 വർഷമായി കർത്താവിനെ സേവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോഴാണ് നേരത്തെ കർത്താവിനെ അറിയേണ്ടിയിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം 40 വർഷക്കാലം വേസ്റ്റായി പോയില്ലോ എന്നതിൽ. അതായത് കർത്താവിൻ്റെ സമയത്ത് കർത്താവ് എന്നെ സ്നേഹിച്ചു, ദൈവവചനം എന്നെ ആകർഷിച്ചു, കർത്താവിൻ്റെ വിളി കേട്ടു, ഇത് അടിയനതാന്ന് പറഞ്ഞ് സമർപ്പിച്ചു. വളരെ സന്തോഷത്തോടെ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. അന്ന് മുതൽ 30 വർഷക്കാലം കഴിഞ്ഞു. അതെ, പല ആളുകളും പറയാറുണ്ട് ഈ മദ്യപാനം നിർത്തണമെങ്കിൽ ഡി അഡിക്ഷൻ സെൻ്ററിൽ പോകണം, അല്ലാതെ അത് അതിൻ്റെ അടിമത്തത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് മോചനമില്ല എന്നൊക്കെ ആളുകൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന് ഏത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയും എന്നുള്ളതിൻ്റെ വലിയൊരു അനുഭവമാണ് താങ്കളുടെ ജീവിതം. ഇപ്പോൾ താങ്കൾ പൂർണ്ണസമയമായി കർത്താവിനെ സേവിക്കുന്ന അല്ലെങ്കിൽ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. 23 വർഷമായി. ഈ കർത്താവിനെ അറിഞ്ഞു, മദ്യപാനം നിർത്തി, മദ്യഷാപ്പിലെ ജോലി നിർത്തി, പിന്നെ എപ്പോഴാണ് കർത്താവിൻ്റെ വേലയ്ക്ക് തിരിയണമെന്നുള്ള
ഒരു ആഗ്രഹമുണ്ടായത്? അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഇതുപോലെ വർക്ക് ചെയ്യാൻ പോയി. എന്ന് പറഞ്ഞാൽ അവരുടെ ഞങ്ങളുടെ പേരൻസായിട്ട് ആ കുട്ടികളെ ഞങ്ങളുടെ പിള്ളേരെ വളർത്തി അങ്ങനെ വന്നപ്പോഴത്തേനും ദൈവജനം പഠിച്ചു. നമുക്ക് സമയം കിട്ടിയപ്പോൾ അവിടെയൊക്കെയും ഇടയ്ക്ക് സമയത്തും വീടുകളിൽ പോകാനിട ഉണ്ടായി. അവർക്ക് ഞങ്ങൾ സ്വീകരിക്കുന്നു, ദൈവജനം കേൾക്കുന്നു, വളരെ ബഹുമാനം കാണിക്കും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ശമ്പളവും കിട്ടുമായിരുന്നു, ഭക്ഷണമൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ രക്ഷ പ്രാപിച്ചു. ഇവിടെ എല്ലാവരും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ചർച്ചക്കാർ, എൻ്റെ സ്നേഹിതന്മാർ, എൻ്റെ സഹോദരങ്ങൾ അതൊക്കെ ഇത് കേൾക്കുമല്ലോ, വിശ്വാസത്തിൽ വരുമല്ലോ, രക്ഷ പ്രാപിക്കണമെന്നല്ലോ. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ രക്ഷ, ഈ വെളിച്ചം, ഈ സന്തോഷം, സമാധാനം, നിത്യജീവൻ എൻ്റെ ദേശക്കാർക്ക്, എൻ്റെ സമശിഷ്ടങ്ങൾക്ക്, എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് ലഭിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അവിടുന്ന് ആ ശുശ്രൂഷ രാജിവെച്ചുകൊണ്ട് സന്തോഷത്തോടെ അവിടെ പോരുകയാണ്. അപ്പം പിന്നെ അവിടെ ഒരു 3 വർഷക്കാലം അവിടെ ബ്രദർ സഭയായിട്ട് ആരാധിച്ച് അവിടെ നിന്ന് സുവിശേഷ വേല മനസ്സിലാക്കി അവരോട് ചേർന്ന് പ്രവർത്തിച്ച് അവിടുന്ന് പ്രാർത്ഥിച്ച് സുവിശേഷ വേലയ്ക്കായിട്ട് എന്നെ നിയോഗിച്ച് ഇങ്ങനെ വിടുകയായി. ഞാൻ എൻ്റെ ദേശത്തേക്ക് പോരുവാനുള്ളത്. വെച്ചൂർ തന്നെയായിരുന്നു സ്വന്തം ദേശം. സ്വന്തം ദേശം എൻ്റെ വൈഫ് ദിവസമായിരുന്നു. സ്വന്തം ദേശം നീണ്ടൂരായിരുന്നു. അപ്പം വിശ്വാസത്തിലേക്ക് വരികയും ആ സമയത്ത് എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെയും വളരെ ഉപദ്രവിക്കാനിടയുണ്ടായി. ഉപദ്രവിക്കാനെന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് മാനസികമായിട്ടൊക്കെ ഇവൻ പിഴച്ചുപോയി. നമ്മുടെ സമൂഹത്തിന് ഒരു വലിയ അപവാദം വരുത്തിയിരിക്കുക. കാരണം എന്താ, അതുവരെ ഞാൻ കൊള്ളാവുന്നവനായിരുന്നു, ഏറ്റവും നല്ലവനായിരുന്നു ജോൺ. ഏതാണ് എൻ്റെ എപ്പോഴും മദ്യമുണ്ട്, എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. തിരിച്ച് ഇതെല്ലാം മാറി പുതിയ സൃഷ്ടിയായി രൂപാന്തരം വന്ന് ദൈവമകനായി ദൈവത്തെ ആരാധിച്ചും സേവിച്ചും സ്നേഹിച്ചും ആ ദൈവവഴികൾ നടന്നപ്പോഴത്തേനും എല്ലാവർക്കും ഒരു കല്ലുകടിയായി, ഞാനൊരു വേണ്ടാത്തവനായി, കൊള്ളരുതാത്തവനായി തീർന്നു അവരുടെ ദൃഷ്ടിയിൽ. ദൈവം എന്നെ കൊള്ളാവുന്നവനായി തിരഞ്ഞെടുത്തു, എന്നെ കഴുകി വിശദീകരിച്ച് ദൈവത്തിൻ്റെ മകനായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ എൻ്റെ വീട്ടുകാർ ആ സമയത്ത് നേരെ കൊള്ളരുതാത്തവനായി തീർന്നു. അവർ രണ്ടുപേരും പിഴച്ചു പോയെന്നാണ് നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന്. ഒന്നാന്തരം ഘട്ടത്തിലുള്ള സമുദായമായിരുന്നു, അവിടെ നിന്ന് വിട്ടുപോയല്ലോ. അതുകൊണ്ട് അവരെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്നും പറയണം. അങ്ങനെ ആ രീതിയിൽ അവരെ ഒറ്റപ്പെടുത്തി നിന്ദയും പരിഹാസവും ദുഷിയായിട്ട്. എന്നാൽ കർത്താവ് എനിക്ക് വേണ്ടി അനുഭവിച്ച ആ നിന്ദയും വഴിയും ദുഷിയും കേൾക്കുമ്പോൾ ഇതൊന്നുമില്ല എന്ന് ഓർത്തു ഞാൻ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോവാം. അവരോടും പരിഭവവും ഇല്ല, പിണക്കവും ഇല്ല. അങ്ങനെ അവരെ നേരിടണം എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത് 96 രക്ഷിക്കപ്പെട്ടത്. 2003 താൻ്റെ വേലയ്ക്കായിട്ട് അവിടെ നിന്ന് വേർതിരിഞ്ഞ് പോന്നു. ഇങ്ങനെ ഈ ഒരു ബോധ്യത്തോടു കൂടി വചനമൊക്കെ പഠിക്കാനുണ്ടായി. അങ്ങനെ കർത്താവിന് സാക്ഷീകരിക്കണം, സുവിശേഷം പറയണം, അവർ നേരിടണമെന്ന് വിചാരിച്ച് പോന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആർക്കും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. ഞാനോ പോയി ഈ കോളും ഇങ്ങോട്ട് വരണമെന്ന് അവർ പറയാം. വേണ്ട, ഈ സുവിശേഷം ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കുണ്ട്, ഇവിടെ തന്നെ കുറവുള്ളേ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചു. അവരെന്നെ നിരുത്സാഹപ്പെടുത്തി. അങ്ങനെ എനിക്കെങ്കിലും 14 പേരെ തുടരുന്നു, സന്തോഷത്തോടെ പോകുന്നു. ഈ മദ്യപാനം ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി കൂട്ടുകെട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യത അല്ലേ? അപ്പം ഇങ്ങനെ പൂർണ്ണമായ ജീവിതം മാറി മദ്യം വേണ്ടാന്ന് വെച്ചു, ആത്മീയമായ ഒരു വഴി തിരഞ്ഞെടുത്തു. ഇതൊക്കെ സംഭവിച്ചപ്പം ആ കൂട്ടുകാർക്ക് അതിനോട് എങ്ങനെയാണ് അവർ പ്രതികരിച്ചത്? അവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇന്ന് വരെ ദിവസം വരെ ഒന്നിച്ച് മദ്യപിച്ച് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേനും അവിടെ ആൾക്കാരുമായിട്ട് അങ്ങനെ മദ്യപന്മാർ തന്നെയായിട്ട് കൂട്ടായി ഞങ്ങൾ ഒന്നിച്ച് കുടിക്കും. ആ രീതിയിൽ വന്നപ്പോഴത്തേക്കും അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. പിന്നെ ചിലർ പോള നല്ല വഴിയാണ് തിരഞ്ഞെടുത്ത്, ചിലർ അപൂർവമായി. പക്ഷേ എന്നാലും ചെയ്യരുതാനും എന്നാൽ പോകരുതായിരുന്നു എന്ന് പലരും പറയാനിടയുണ്ടായി. മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പല മദ്യപന്മാരോടും ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് ചിലരെങ്കിലും ജീവിതത്തിലേക്ക് വെളിച്ചത്തിലേക്ക് തിരിക്കുവാൻ ഇടയുണ്ടായതാണ്. എൻ്റെ സാക്ഷ്യം പറയുമ്പോഴത്തേനും എൻ്റെ ജീവിത രീതി അല്ലെങ്കിൽ ഇങ്ങനെ വന്ന ഈ മാറ്റം പറഞ്ഞ് പലരെയും ഇങ്ങനെ രൂപാന്തരപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ ഞാനല്ല, ആ രീതിയിൽ പറയുവാനും സാക്ഷ്യത്തിലൂടെ അവരെ ചിലരങ്ങൾ നേടുവാനിടയുണ്ടായിട്ടുണ്ട്. മദ്യപാനികളായിരിക്കുന്നത് ആ കുടുംബത്തിൽ സമാധാനമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതം വലിച്ചു കാണിച്ചു. ഞാനിങ്ങനെ ആയിരുന്നല്ലോ, അറിയാമായിരുന്നല്ലോ. അപ്പം ഇങ്ങനെ ദൈവം എനിക്ക് തന്ന സമാധാനം, ഈ സന്തോഷം നിങ്ങൾ അനുഭവിക്കണം. നമ്മളൊന്നും ചെയ്യേണ്ട, ദൈവം എല്ലാം ചെയ്യും. നമ്മളൊന്ന് കീഴ്പ്പെടുക, ഈ സമാധാനത്തിലേക്ക് വരണം, ആഗ്രഹിക്കുക. കർത്താവ് വിളിക്കുന്നു, അധ്വാനിക്കുന്നതിന് ഭാരിച്ച നിങ്ങൾ ഏറ്റെടുക്കുക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ എനിക്ക് സമാധാനവും ആശ്വാസവും സന്തോഷവും കിട്ടി. എൻ്റെ കുടുംബം നോക്കുക, ഒന്നുമില്ലായ്മയിൽ നിന്ന് വെറും സീറായിരുന്ന സ്ഥാനത്ത് ഒരു വരണ്ടിപ്പല പോലും ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് ദൈവം എനിക്കെല്ലാം തന്നു. എന്ന് പറഞ്ഞാൽ വന്നാൽ ഇതെല്ലാം കിട്ടുമെന്നുള്ള രീതിയിലല്ല, മനസ്സമാധാനം കിട്ടി, സന്തോഷം കിട്ടി. ആ വലിയ സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. അത് നിങ്ങൾക്കും ലഭിക്കും, അത് ദൈവം തരും. അങ്ങനെ അനുസരിക്കുക, ദൈവവചനം കേട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ചിലരെയും പലരെയും നേടുവാൻ അല്ല ആ രീതിയിൽ മാനസാന്തരയ്ക്ക് നടത്തുവാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. അതെ, ഈ പല ആളുകളും മദ്യപിക്കുന്നത് അവരുടെ
സ്ട്രെസ്സ് അകറ്റാൻ, അല്ലെങ്കിൽ അവരുടെ അസമാധാനം മാറ്റാൻ, അല്ല നാളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് അകറ്റാൻ ഒക്കെ മദ്യം നല്ലതാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇന്ന് മദ്യപിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ എൻ്റെ ഈ ആകുല ചിന്തയ്ക്കൊരു അന്തമുണ്ടാകില്ല, എൻ്റെ ഏകാന്തത മാറ്റണേ മദ്യം ഉണ്ടായാലേ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ പലപ്പോഴും ആ ഒരു കാരണം പറഞ്ഞാണ് മദ്യപിക്കുന്നത്. പക്ഷേ താങ്കളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഈ മദ്യം നിർത്തി കഴിഞ്ഞിട്ടാണ് സമാധാനം ഉണ്ടായതല്ലേ? അതെ, തീർച്ചയായും. അത് ഈ മദ്യം കഴിക്കുന്നു, പക്ഷേ അത് വീണ്ടും വീണ്ടും അസമാധാനത്തിലേക്കും വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലും അല്ലെങ്കിൽ കുടുംബത്തിലെ സമ്പത്തും എല്ലാം വിട്ടു തീർക്കുന്നതിനൊക്കെ കാരണമായി തീരുകയാണ്. അപ്പം സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ, സമാധാനത്തിന് വേണ്ടി മദ്യപാനമാണ് നല്ല വഴിയെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് എന്തുപദേശം പറയാനുള്ളത്? ഒരിക്കലും അത് മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് സമാധാനത്തിന് വേണ്ടി മദ്യം വേണം, നിർബന്ധമാണ്. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. കാരണം നമുക്ക് വേണ്ട, എനിക്ക് ജീവിക്കണം, എനിക്ക് സമാധാനത്തിൽ ജീവിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതാനുഭവം അറിയാമല്ലോ. ഞാൻ ഒരു ഇതുകൊണ്ട് ശ്രീരാമൻ എനിക്ക് മദ്യം വേണമായിരുന്നു, രാവുപകരം വേണമായിരുന്നു. എന്നാൽ കർത്താവിനുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേനും അത് തെറ്റാണ്, അത് പാവമാണ്, അത് ദോഷമേ ചെയ്യത്തുള്ളൂ, അല്ല നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് മാത്രമേ വരത്തുള്ളൂ എന്ന് മനസ്സിലാക്കി. അനേകർ പറയുന്നുണ്ട് സമാധാനത്തിന് വേണ്ടി മദ്യപിക്കണം, പുക വലിക്കണം, എല്ലാവരും നമുക്ക് ടൂറിന് പോകണം. പക്ഷേ എൻ്റെ ജീവിതത്തിൽ അതൊന്നും ആവശ്യം വന്നില്ല. പെട്ടെന്നെല്ലാം ദൈവവചനം കേട്ട് മനസ്സിലാക്കി, അതിനെ മനസ്സിലാക്കി ഞാൻ അനുസരണം കാണിച്ച് മുന്നോട്ട് പോയത്. അങ്ങനെ കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് മുന്നോട്ട് പോയി ആ ദൈവത്തിൽ നിന്നുള്ള ആ സമാധാനം ലഭിക്കാണ്ടുണ്ട്. അല്ലെങ്കിൽ മദ്യപിച്ച് കുറേശ്ശെ മാറ്റാൻ അങ്ങനെ പലരും പറയും ഒരു ഇതുണ്ട്. പെട്ടെന്ന് ഞാൻ നല്ല രീതിയിൽ മദ്യപിക്കുമായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് കണ്ട് മാറ്റും പറയുന്നുണ്ട് കുറേശ്ശെ കുറേ നാളുകൊണ്ട് വേണേൽ മാറ്റാം എന്ന് ധരിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും ഒരാവശ്യമില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ. കഴിഞ്ഞ ദിവസം മദ്രാസിലെ മോൻ റിനി ജോൺ ഒരു സാക്ഷ്യം ഇങ്ങനെ കേട്ടു. അദ്ദേഹം മുടങ്ങാതെ വലിയ ഹൈ ലെവലിൽ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. സാധാരണ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് മയക്കുമരുന്ന് നിർത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ അദ്ദേഹം ഒരിടത്ത് പോയിരുന്നു, ദൈവവചനം കേട്ടു, ദൈവം തന്നോട് സംസാരിച്ചു, അദ്ദേഹം കർത്താവിനെ സ്വീകരിച്ചു. ആ നിമിഷം തന്നെ പുള്ളി പെട്ടെന്ന് ഈ മയക്കുമരുന്നെല്ലാം നിർത്തിയെന്ന് പറഞ്ഞു. പക്ഷേ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല. അതൊരു ശരിക്കും പറഞ്ഞൊരു ദൈവത്തിൻ്റെ ഒരു അത്ഭുതം മാത്രമല്ലേ. സാധാരണ ഗതി അദ്ദേഹം നിർത്തുന്നവർക്കൊക്കെ ഒരു ആ സമയമാകുമ്പോൾ ഒരു വിറവലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ട് അനുഭവമുണ്ട്, എനിക്കറിയാവുന്നുണ്ട്. ഇത് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് മാത്രം നമുക്ക്. അപ്പോൾ ഒടുവിലായിട്ടൊരു ചോദ്യം, ഈ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രവർത്തനമാണെന്നാണ് പലരുടെയും ചിന്ത. എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് ആളുകളെ ആകർഷിക്കാൻ വേണ്ടി പറയുന്ന ഒന്നാണ് സുവിശേഷം എന്ന് ആളുകൾ ചിന്തിക്കുന്നത്. എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാ മതങ്ങളും ദൈവത്തിങ്കിലേക്കുള്ള വഴികളാണ്. ഒരു കുന്നുംപുറമാണെങ്കിൽ ആ കുന്നിലേക്ക് ഏത് വഴി കൂടെ കയറിയാലും കുന്നിൻ്റെ മുകളിലെത്താം എന്ന് പറഞ്ഞ പോലെ ഏത് മതത്തിൽ കൂടെ പോയാലും സ്വർഗത്തിലെത്താം, ദൈവത്തിൻ്റെ അടുക്കൽ എത്താമെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ യേശുക്രിസ്തു പറയുന്നത് ഞാൻ മാത്രമാണ് വഴി, ഞാൻ മാത്രമാണ് സത്യം, ഞാൻ മാത്രമാണ് ഈശ്വരൻ. ആ ഒരു അവകാശവാദത്തെ നമുക്കെങ്ങനെ അത് സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റും? മതം മനുഷ്യനുണ്ടാക്കിയതാണല്ലോ തന്നെ. ഒരു മതവും മനുഷ്യരെ രക്ഷിക്കത്തില്ല. മതങ്ങളെല്ലാം പ്രവർത്തിച്ചോ ചെയ്തോ ഇന്നത് ചെയ്തോ അല്ല അങ്ങനെ ചെയ്തോ എന്ന് പറയുന്നതല്ലാതുകൊണ്ട് ഈ ഇവിടെ വന്ന രക്ഷ കിട്ടുമെന്ന് പറയുന്നില്ല. പിന്നെ മരണശേഷവും നിത്യജീവന് വേണ്ടിയിട്ട് അല്ലെ സ്വർഗത്തിന് വേണ്ടിയിട്ട് പിന്നെയും പ്രവർത്തിക്കുക, കൂതാശകൾ ചെയ്യുക, പൈസ മുടക്കുക, ഒത്തിരി കർമ്മങ്ങൾ ചെയ്യുക. ക്രിസ്തുമതം ഉൾപ്പെടെ അതാണ് പറയുന്നത്. അതായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ മതങ്ങളും അത് തന്നെ ചെയ്തേന. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ സന്ദേശം, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിട്ട് ഉപേക്ഷിക്കത്തില്ല, എന്നിൽ വിശ്വസിക്കാൻ നിത്യജീവനുണ്ട്. അപ്പോൾ വെറും വിശ്വാസത്താൽ സ്വർഗം പ്രാപിക്കാം. അത് ദൈവം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന വാക്യങ്ങളാണ്. അപ്പോൾ അത് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് മതങ്ങൾ ഇന്നതുകൂടെ ചെയ്യണം. ദൈവം വിശ്വസിച്ചു, പക്ഷെ അതിനുശേഷം മറ്റു കുറേ കാര്യങ്ങൾ ചെയ്തെങ്കിൽ അങ്ങോട്ട് പോവുകയുള്ളെന്ന് പഠിപ്പിച്ച് മനുഷ്യരെ അങ്ങനെ ഇരുട്ടിൽ നിർത്തിയിരിക്കുക, വെത്തിച്ചിട്ടിരിക്കുക, സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അപ്പോൾ കർത്താവിൻ്റെ ആ സുവിശേഷം, സ്നേഹത്തിൻ്റെ സന്ദേശം വെറുതെ വിശ്വസിക്കുക മാത്രം മതി. വെറും വിശ്വാസം മാത്രമേ, പ്രവൃത്തിയെല്ലാം കർത്താവ് ചെയ്തു തികച്ചു. അത് വിശ്വസിച്ചാൽ പാവമോചനവും നിത്യജീവനും കിട്ടും എന്നുള്ള വാഗ്ദത്തം, ദൈവത്തിൻ്റെ വചനം, പ്രമാണം അതുള്ളപ്പോൾ പിന്നെ മതത്തിൽ പറഞ്ഞ് അത് വിശ്വസിക്കുകയും ആ ആചാരപ്രകാരം ജീവിക്കുകയും ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കത്തില്ല.
നിത്യമായ നരകത്തിലേക്ക് നാശത്തേക്ക് തന്നെ പോകും. സുവിശേഷം വിശ്വസിക്കാത്തവർ നിത്യനാശം അനുഭവിക്കും എന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക, രക്ഷ പ്രാപിക്കുക, മറ്റൊരുവനും രക്ഷയില്ല. കർത്താവ് തന്നെ പറഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യജീവനും, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുത്ത് ചെല്ലത്തില്ല. ഇപ്പോൾ ഏക വഴി യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം വ്യക്തിപരമായിട്ട് വിശ്വസിച്ച് അംഗീകരിച്ച് കർത്താവിനെ സ്വീകരിച്ച് കർത്താവുമായിട്ട് ബന്ധത്തിൽ മുന്നോട്ട് പോയാൽ അവൻ സമാധാനം സന്തോഷവും ആ പ്രത്യാശയും ഉണ്ടായി നിത്യങ്ങളിലേക്ക് പോകാമെന്നുള്ള ആ ദൈവവചനം മനസ്സിലാക്കി പോയാൽ അവനായിരിക്കും ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും ഭാവമറിച്ചും കിട്ടിയാൻ ഭാഗ്യവാൻ. അതെ. ഇപ്പോൾ ക്രിസ്തു മതവും ക്രിസ്തു മാർഗവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഒരുപാട് വ്യത്യാസം. താങ്കളാണെങ്കിലും ക്രിസ്തു മതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരാൾ, പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല, അറിയാൻ പാടില്ല. പക്ഷേ ഒരു ദിവസം കർത്താവിൻ്റെ സുവിശേഷം കേട്ട് അന്നാണ് അതെ താങ്കളൊരു ദൈവവചനം ഇങ്ങനെ പറയുന്നു, അത് ഞാൻ വിശ്വസിച്ചു. കർത്താവിൻ്റെ വചനം അത് സത്യമാണെന്ന് മനസ്സിലാക്കി ആ സത്യത്തിൻ്റെ പാത പിൻപറ്റി പോകുന്നു. അതുകൊണ്ട് ഇതുവരെ എന്നല്ല, ഇന്നും നാളെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല, ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു, പൗലോസ് പറയുന്ന പോലെ. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ കുടുംബമായി പോകുന്നു. കർത്താവ് ആവോളം തരുന്ന ഉറപ്പിക്കത്തോളം കർത്താവിന് വേറെ ഏത് സാക്ഷ്യം പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇവർ. താങ്ക് യു. ഇപ്പോഴും എൻ്റെ വീട്ടുകാർക്കൊക്കെ ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം അവർ ക്രിസ്തുവെങ്കിലും വരുന്നില്ല എങ്കിലും ജോണ് പോയെങ്കിലും കേട്ടോ കുഴപ്പമില്ല, തിരഞ്ഞെടുത്ത മാർഗം കുഴപ്പമില്ല. ജീവിതം കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും അവർ പഴയതുപോലെയല്ല, ഒത്തിരി സന്തോഷത്തിൽ ജീവിക്കുന്നു. കുഞ്ഞുങ്ങളുമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് വളരെ സന്തോഷം ജീവിക്കുന്നു. അവരെയും ആ പാതയിലേക്ക് നടത്തി ആ ഒന്നോളത്തോളം പ്രധാനൻ്റെ വേല ചെയ്യുന്നു. അനേക സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ രീതിയിലൊക്കെയും അവർ ആ ബഹുമാനം തരുന്നുണ്ട്. അവിടെ എല്ലാ ചടങ്ങുകളിലും വിളിക്കും, അവൾ പങ്കെടുക്കും. ഈ മതപരം അല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് വിവാഹവും അതുപോലെ മരണമൊക്കെയാണ് പോകും. ആ രീതിയിലുള്ള എല്ലാ സഹകരണങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഈ ആത്മീയ വിധത്തിലേക്ക് അവർ വരത്തില്ല. ഞാൻ പോയതിപ്പം തെറ്റാണെന്ന് അവർ പറയുന്നില്ല. അവർ ഇതിനോട് പോയി രക്ഷപ്പെടട്ടെ, നമുക്കിവിടെ മാർഗം വേറെ ഉണ്ടല്ലോ, സ്വർഗത്തിൽ പോകാനുള്ള മാർഗം മതപരമായിട്ടുണ്ടല്ലോ എന്നുള്ള ഈ ഗവൺമെൻറ് ഇങ്ങനെ പറയുന്നു. വലിയ കുഴപ്പമില്ലാതെ ഇപ്പോൾ പോവുകയാണ്. താങ്ക് യു. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. പ്രേക്ഷകരോട് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു അതിശയിപ്പിക്കുന്ന ജീവിത രൂപാന്തര കഥയാണ് നമ്മൾ കേട്ടത്. ഒരു മദ്യപാനത്തിൽ അതിൻ്റെ അടിമത്തത്തിൽ നിന്നിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട് കുഞ്ഞുപ്രായം മുതൽ ഈ മദ്യപാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കുകയും മദ്യക്കച്ചവടം ജീവിതത്തിൻ്റെ ജോലിയാക്കുകയും ഒക്കെ ചെയ്ത് മദ്യത്തിൽ കുളിച്ച് ജീവിച്ചിരുന്ന ഒരു ജീവിതം. എന്നാൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിച്ചു എന്നുള്ള വലിയ അനുഭവത്തിൻ്റെ കഥയാണ് നമ്മളിന്ന് കേട്ടത്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിലയിൽ ജീവിതത്തിൻ്റെ സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി മദ്യത്തെ ആശ്രയിക്കുന്നവരുണ്ടെങ്കിൽ മദ്യം ഒരിക്കലും സന്തോഷവും സമാധാനവും തരില്ല. യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടാൽ ജീവിതം സമൂലമായി മാറ്റി മറിക്കപ്പെടും, ജീവിതം സന്തോഷമായി തീരും, ജീവിതം ധന്യമായി തീരും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു, കർത്താവെ അങ്ങേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ രക്ഷകൻ കർത്താവുമായി കൈക്കൊള്ളുന്നു എന്ന് നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം.